ലോകമെമ്പാടും പുതുവർഷത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുമ്പോൾ ലോക ടൂറിസം ഭൂപടത്തിൽ അറിയപ്പെടുന്ന ഫോർട്ട് കൊച്ചിയും ഒരുങ്ങുകയാണ്. ഫോർട്ട് കൊച്ചി വെളിയിൽ ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ ഈ വർഷവും വിപുലമായ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന വിവരം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ 251 സാന്റക്ലോസുകളുടെ റാലി എത്തിച്ചേരുന്നത് മുതൽ ആരംഭിക്കുന്ന ആഘോഷ പരിപാടികൾക്ക് മുന്നോടിയായുള്ള ദീപ അലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം കൊച്ചി MLA KJ മാക്സി നിർവഹിക്കുമെന്നും കോർഡിനേറ്റർ സന്തോഷ് കുമാർ പറഞ്ഞു. എല്ലായിടത്തും നവത്സരാഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായി ഒട്ടേറെ കാര്യങ്ങൾ ഈ വർഷം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ദീപാലങ്കാരങ്ങളിൽ തന്നെ നൂതനാശയങ്ങൾ നമ്മൾ പങ്കുവെച്ചുകൊണ്ട് പുതിയ തരത്തിലുള്ള ഇലൂമിനേഷൻ പരിപാടികൾ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പപ്പാഞ്ഞി നമ്മളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ സ്ഥാപിക്കും. ഇതിലൊക്കെ ഉപരി നമ്മൾ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ ഉപയോഗം വളരെയേറെ കൂടി വരുന്നൊരു സാഹചര്യത്തിൽ മയക്കുമരുന്നിനെതിരെ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇന്റർ കോളേജിയേറ്റ് ഫുട്ബോൾ മത്സരവും ഹയർ സെക്കൻഡറി ഫുട്ബോൾ മത്സരവും നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഫ്ലഡ് ലൈറ്റിലാണ് നമ്മൾ ആ മത്സരം സംഘടിപ്പിക്കുന്നത്. പ്രമുഖ കോളേജുകളെല്ലാം ഇപ്പം തന്നെ ലിസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. സ്കൂളുകളുമുണ്ട്. ഇതുകൂടാതെ സെലിബ്രിറ്റി മാച്ച് ഉണ്ട്. അങ്ങനെ ഈ സമൂഹത്തെ കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ നമ്മൾ വളരെ ബോധപൂർവമായി തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു മത്സരം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ളൊരു അവയർനെസ് നമ്മൾ സമൂഹത്തിൽ കൊടുക്കുവാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിതിനു മുമ്പും പല പരിപാടികൾ സംഘടിപ്പിച്ചപ്പോൾ പോലും ഡ്രഗ്സിനെതിരെ എന്നുള്ളൊരു ആശയം നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വർഷത്തെ മത്സരത്തിനകത്തും അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നത്. 24-ാം തീയതിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പപ്പാഞ്ഞിയുടെ പ്രദർശനോദ്ഘാടനം തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ തൊട്ടടുത്ത ഗ്രൗണ്ടിലാണ് സ്ഥാപിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ നിർദ്ദേശിച്ചനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളത് ചെയ്തിട്ടുമുണ്ട്. ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ പരിപാടിയുടെ നവത്സരാഘോഷ പരിപാടികളുടെ ആരംഭമായി ഞങ്ങൾ എല്ലാ വർഷവും നടത്തി വരാറുള്ള സാന്റാ റാലി ഇന്ന് ഉച്ചയ്ക്ക് ബിഷപ്പ് ഹൗസിന് മുന്നിൽ നിന്നും ആരംഭിക്കുകയാണ്. വെളി ഗ്രൗണ്ട് വരെയാണ് സാന്റാ റാലി നമ്മൾ നടത്തുന്നത്. 250ഓളം സാന്റാ ക്ലോസിൻ്റെ വേഷം ധരിച്ച ആളുകൾ ആ റാലിയിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. വളരെ നല്ലൊരു ആശയമാണ് നമ്മൾ അതിനകത്തുകൂടെ കൊടുക്കുന്നത്. കാരണം ഈ പറയുന്ന ഉത്സവാന്തരീക്ഷം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ നവത്സരാഘോഷ പരിപാടികളുടെ ഭാഗമായി നമ്മൾ സാന്റാ റാലി ആരംഭിക്കുന്നതോടുകൂടിയാണ് നമ്മൾ നവത്സരാഘോഷ പരിപാടികൾ ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത് തന്നെ. ഈ നവത്സരാഘോഷ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തുന്ന എല്ലാ പരിപാടികളിലും മികച്ച ആകർഷണീയമായ രീതിയിൽ നമുക്കത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞ വർഷങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ഞങ്ങൾ ഈ വർഷത്തെ റാലി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വലിയൊരു നാളുകളിലേക്കാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീ പോലെ വളരെ അർത്ഥവത്തായി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീകളുടെ 28, 29 തീയതികളിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് ഇവിടുത്തെ പരിപാടികൾ നടത്തുന്നത്. വിവിധ കായിക മത്സരങ്ങളും പരിപാടികളും ഒക്കെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്നുണ്ട്. 30-ാം തീയതി കളരിപ്പയറ്റ് വിഭാഗത്തിൽ ഒരു വിഭാഗത്തിൻ്റെ കലാപരിപാടി നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലാണ് നമ്മൾ ഗാലാഡി ഈ വർഷത്തെ നവത്സരാഘോഷങ്ങളെ വരവേൽക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. സമൂഹത്തെ കാർന്നു തിന്നുന്ന ആധുനിക ലഹരി വിപത്തിനെതിരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ ഫുട്ബോൾ മത്സരവും സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വനിതകൾക്ക് കലാകായിക മത്സരങ്ങളും സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദിയും ഒരുക്കും. അതോടൊപ്പം 50 അടി ഉയരമുള്ള പപ്പാഞ്ഞിയെയും പ്രദേശം മുഴുവൻ ദീപ അലങ്കാരങ്ങളും ആഘോഷങ്ങൾക്ക് എത്തുന്നവർക്ക് സെൽഫി പോയിന്റുകളും ഒരുക്കുന്നുവെന്നും പോലീസ് അധികാരികളുടെ നിർദ്ദേശാനുസരണം 1.5 ലക്ഷം രൂപ ചെലവഴിച്ച് 40ഓളം CCTV ക്യാമറകളും പ്രദേശത്ത് സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിഡന്റ് VJ ആൻസി, സെക്രട്ടറി NJ അലോഷി, ADS ചെയർപേഴ്സൺ മഞ്ജുള അനിൽകുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KJ തോമസ്, വിമൽ കുമാർ, ജോൺസൺ ക്ലീറ്റസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. റെഡ് ജനറൽ ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.